നമ്മൾ മൊഡ്യൂൾ 1 ആൻഡ് 2 നോക്കി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യിൽ നമുക്ക് കൂടുതലും തിയറി ആണുള്ളത്. തിയറിയിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്തൊക്കെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, പിന്നെ IFRS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ തിയറി പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പ്രകാരം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ തിയറി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ദെൻ ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ് ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരേപോലെ ഇരിക്കണം. എല്ലാ കമ്പനീസും പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് ഒരേപോലെ ഇരുന്നാൽ മാത്രമേ നമുക്കതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് രണ്ട് കമ്പനീസിനെ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ ഒരേപോലെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഒന്ന് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇതാണ് നമുക്കുള്ളത്. ദെൻ ഇതിൻ്റെ അകത്ത് IFRSൻ്റെ തിയറി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഓരോ വർഷം എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS എന്നുള്ള ഈ ഒരു PPT നന്നായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് IFRSനെ പറ്റി ചോദിച്ചാലും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ പറ്റി ചോദിച്ചാലും ഒരു തിയററ്റിക് എഴുതാനായിട്ട് പറ്റും. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെ കാര്യങ്ങൾ വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാലൻസ് ഷീറ്റ് വരും, P&L വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും, ഇക്വിറ്റി ചേഞ്ചസ് ഓഫ് ഇക്വിറ്റി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും വരും. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഫോർമാറ്റ്? എല്ലാ കമ്പനികളും, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരേപോലെ വേണം എല്ലാ സ്റ്റേറ്റ്മെൻറ്റും, ബാലൻസ് ഷീറ്റും P&L ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു യൂണിഫോം ഫോർമാറ്റിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയാണ്? അതിനെ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബാലൻസ് ഷീറ്റും വേറൊരു കമ്പനിയുടെ മാരുതി സുസുക്കിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ഫോർമാറ്റ്. പിന്നെ ട്രാൻസ്പെറൻസി, എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 3 പ്രകാരം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊരു ഫോർമാറ്റ് നമ്മൾക്ക് ഉണ്ട്. അതാണ് ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പർട്ടിക്കുലർ കോളം, നോട്ട് നമ്പർ എന്ന് പറയുന്നത് ഏത് പേജിലാണ്, എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയാണ്. ദെൻ പ്രീവിയസ് ഇയറിൽ, അതായത് കറണ്ട് ഇയറിലെ വാല്യൂസും പ്രീവിയസ് ഇയറിലെ, ഇപ്പം നമ്മൾ 2025 പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ 2025 എമൗണ്ടുകൾ ഇവിടെ എഴുതും. ഇവിടെ നമ്മൾ 2024, അതാണ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 4 കോളംസ് ആണ്. ഒരു പർട്ടിക്കുലർ കോളം, നോട്ട് നമ്പർ കോളം, then current year values, previous year values. Okay, then ഇവിടെ നെയിം ഓഫ് ദ കമ്പനി, ബാലൻസ് ഷീറ്റ് അസറ്റ് ഏത് ടൈമിലെയാണ്, ഏത് ഇയറിലെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇവിടെ എമൗണ്ട് ഏത് എമൗണ്ടിലാണ്, റുപ്പിയിലാണ്, എത്ര കോടിയിലാണോ, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുക. ഇവിടെ ആദ്യം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റ് പ്രകാരം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നുള്ളതാണ് ആദ്യം ഇവിടെ കൊടുക്കുക. ഇതിൻ്റെ ടോട്ടൽ എല്ലാം കണ്ടതിന് ശേഷം ആണ് അസറ്റ്സ് കൊടുക്കുക. അസറ്റ്സിന് 2 ക്ലാസ് ഉണ്ട്. ഏതാണ്? നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സിനെ നമ്മൾ പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് എന്നാണ്. ഇവിടെ കറണ്ട് അസറ്റ്സ്. അസറ്റ് തന്നെ 2 കാറ്റഗറിയാണ്, ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോൺ കറണ്ട് അസറ്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്, ദെൻ
അതേപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനെ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് തിയറിയിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഈ ഫോർമാറ്റ് അനുസരിച്ച് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ടാറ്റ സ്റ്റീലിന് ഞാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ബാലൻസ് ഷീറ്റാണ് ഇവിടെ. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഒരു ഫോർമാറ്റ് ആസ് പെർ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പ്രകാരമുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും പർട്ടിക്കുലർ കോളം, ദെൻ നോട്ട് നമ്പർ, ഫിഗേഴ്സ് ഇൻ കറണ്ട് ഇയർ 2025 ആകാം, പ്രീവിയസ് ഇയർ 2024 ആകാം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതർ ഇൻകം, ടോട്ടൽ റവന്യൂ, ദെൻ എക്സ്പെൻസസ്, ടോട്ടൽ എക്സ്പെൻസസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് പോകുന്നത്. ഈ ഫോർമാറ്റിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ട് പഠിക്കുക. ഇതും നമുക്ക് ഫോർമാറ്റിലുള്ളതാണ്. അപ്പോൾ ആ ഫോർമാറ്റ് പ്രകാരമുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഇവിടെ തന്നേക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും ടാറ്റ സ്റ്റീലിൻ്റെയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ തിയറി പാർട്ടിൽ ഈ മൊഡ്യൂളിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മളിത് പാർട്ട് സിയിലും 10 മാർക്കായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ക്യാഷ് ഫ്ലോ ആ വേർഡിൽ തന്നെയുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് റെപ്രസെൻറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ദി ഓർഗനൈസേഷൻ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ആൻ ഓർഗനൈസേഷൻ, അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ മീൻസ് ഇൻഫ്ലോ ഇൻടു ദ ബിസിനസ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നതിനെ നമ്മൾ ഇൻഫ്ലോ എന്ന് പറയും. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നതിന് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ക്യാഷ് ഫ്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? ഒരു ബിസിനസ്സിൽ എന്തുമാത്രം ക്യാഷ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ, ഒരു വർഷത്തിൽ എത്രമാത്രം ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ 3 ഹെഡിങ്ങിലാണ് പ്രിപ്പയർ ചെയ്യുക. അതായത് ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് 3 സബ് ഹെഡിങ്ങുകളുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം കമ്പനിക്ക് എത്ര ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുണ്ട്, ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ട്, ഇനി എന്തുമാത്രം ക്യാഷ് വേണം, ഫ്യൂച്ചറിൽ എത്രമാത്രം ക്യാഷ് വേണം എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു 3 ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ഉണ്ട്, ഫിനാൻസിങ് ആക്ടിവിറ്റി ഉണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ നമ്മൾ എപ്പോഴും കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും എൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് നമ്മൾ എഴുതുന്നത്. തിയറി ചോദിച്ചാലും ഇങ്ങനെ എഴുതാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കൺസിഡർ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇൻ ദി ബിസിനസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാഷ് റിസീവ് ഫ്രം സെയിൽ ആൻഡ് ക്യാഷ് റിസീവ് ഫ്രം റോയൽറ്റി, റെന്റ്, കമ്മീഷൻ ആൻഡ് ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ടു ദീസ് എംപ്ലോയീസ്, അങ്ങനെയൊക്കെ വരുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫിക്സഡ് അസറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഒരു ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊരു ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിന് എത്ര പാർട്ടാണുള്ളത് നമുക്കറിയാം അല്ലേ? ബാലൻസ് ഷീറ്റിന് എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് 4 പാർട്ടാണുള്ളത്. ഒന്ന്, ആദ്യം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലയബിലിറ്റീസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? അസറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പം അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ട്. ലയബിലിറ്റീസ് തന്നെ നമുക്ക് ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. നമ്മൾ അസറ്റ്സ് എടുക്കുകയാണെങ്കിൽ അസറ്റ്സിനെ നമുക്ക് ഫിക്സഡ് അസറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറിയാണ് നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലയബിലിറ്റി ആൻഡ് അസറ്റ് സൈഡ് ഉണ്ട്. അപ്പോൾ
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ്. അതിൽ വരുന്ന ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ഇതിൽ വരുന്നത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി, ഫിക്സഡ് അസറ്റ്സിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആണ് ഇതിൽ വരുന്ന. ഫിക്സഡ് അസറ്റ്സ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഒന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡും ബിൽഡിങ്ങും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആക്ടിവിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന ലാൻഡോ ബിൽഡിങ്ങോ സെയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമുക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ ആഡ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ലോങ് ടേം ലയബിലിറ്റിയിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ചോദിച്ചാൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരും. ഈ ഫിക്സഡ് അസറ്റ്സ് എവിടെയാണ് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ വരും. ഓക്കെ, ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നോക്കുക, ഇവിടെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ദെൻ പർച്ചേസ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ എവിടെ വരും, നമ്മളുടെ ഫിക്സഡ് അസറ്റ്സിൽ വരും. അതുപോലെ തന്നെ ക്യാഷ് നമ്മൾക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, റീപേയ്മെന്റ് ഓഫ് ലോണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെ എവിടെ വരും, ക്യാഷ് ഇൻഫ്ലോ ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ വരും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റൽ ഡിബഞ്ചറിന്റെ എമൗണ്ട് കൂടുവാണെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യുകയും കുറയുവാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് പ്രോബ്ലംസ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല, ഇൻഡയറക്റ്റ് മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആസ് പെർ ദ P&L അക്കൗണ്ട്. നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. നോക്കുക, ഇൻഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതിന് 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ അതിനുശേഷം ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പം ഇതിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഈ കോളത്തിൽ എഴുതുന്നു. ഓക്കെ, അതായത് നമ്മൾ എമൗണ്ട് കോളം 2 എണ്ണമാണുള്ളത്. ഇത് പർട്ടിക്കുലർ കോളം എമൗണ്ട് 1 കോളം, എമൗണ്ട് 2 കോളം. അപ്പം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നുള്ളത് എമൗണ്ടിന്റെ 2ാമത്തെ കോളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി അതിനുശേഷം എന്തെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുക. നോർമലി അത് വരാൻ ചാൻസ് കുറവാണ്, എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇനി അതിനുശേഷം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നോ ഡിവിഡൻഡ് റിസീവ്ഡ് എന്നോ റെന്റ് റിസീവ്ഡ് എന്നോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, അതും വരാനുള്ള ചാൻസസ് കുറവാണ്. നമുക്ക് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു പോർഷനാണ്. അതായത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ആഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുക. ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഫോർമാറ്റിൻ്റെ അകത്ത് 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ് വരിക. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ നമ്മൾ
എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ആ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ നെറ്റ് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇനി തേർഡ് ഹെഡിങ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അവിടെ നമ്മൾ ഷെയറോ ഡിബഞ്ചറോ സെല്ല് ചെയ്യുവാണെങ്കിൽ അതിനെ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് പറയുന്നത്. ഡിബഞ്ചറോ ഷെയറോ നമ്മൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആഡ് ചെയ്യുക. നമ്മൾ ലോൺ റീപേയ്മെന്റോ അതേപോലെ തന്നെ ഷെയർ നമ്മൾ റിഡംഷനൊക്കെ ചെയ്യുവാണെങ്കിൽ അതെന്ത് ചെയ്യണം, ഇവിടെ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് അങ്ങനെയുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഫോർമാറ്റിൽ വരുന്നത് ഈ 3 ഐറ്റംസ്. ഇനി ആ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലന്റ് എന്ന് എഴുതി അതിൻ്റെ കൂടെ പ്ലസ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ബാലൻസ് കിട്ടണം, എങ്കിലും നമ്മുടെ പ്രോബ്ലം ശരിയാവത്തുള്ളൂ. സോ അത് ബേസ് ചെയ്തിട്ട് ഇതൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ 2020 എമൗണ്ട് 2021 എമൗണ്ടും ഉണ്ട്. ഇത് പ്രീവിയസ് ഇയറും ഇത് കറണ്ട് ഇയറുമായിട്ട് നമ്മൾ കണക്കാക്കാം. ഓക്കെ, ഈ അസറ്റ് സൈഡിലേക്ക് നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഈ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ളത് നമ്മൾ മുമ്പേ കണ്ട ഫോർമാറ്റിലെ ഏറ്റവും ലാസ്റ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്, ഓപ്പണിംഗ് ക്യാഷും ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ക്യാഷുമായിട്ട്. അപ്പം ഫസ്റ്റ്, അതായത് പ്രീവിയസ് ഇയറിലേത് ഓപ്പണിംഗ് ക്യാഷും ഇത് ക്ലോസിംഗ് ക്യാഷുമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത്, ഏറ്റവും ലാസ്റ്റ് ആണ്. ഇത് ഓപ്പണിംഗ് ക്യാഷ് ആണ്. ഇത് ഓപ്പണിംഗ് ക്യാഷ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇത് നമ്മൾ ക്ലോസിംഗ് ക്യാഷ് ആയിട്ട്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്, ഏറ്റവും ലാസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ കാര്യം ഏറ്റവും ലാസ്റ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ എടുക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക, കറണ്ട് അക്കൗണ്ട് റിസീബിൾ. അക്കൗണ്ട് റിസീബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറണ്ട് അസറ്റ്സ് ആണ് ഇതല്ലേ. അപ്പൊ ഇതൊരു കറണ്ട് അസറ്റ്സ് ആണ്. ദെൻ അതേപോലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ്സ് ആണ്. ഇനി ലാൻഡ്, ബിൽഡിങ്, മെഷീൻസ് ഇതെല്ലാം എന്താണ്, ഫിക്സഡ് അസറ്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സഡ് അസറ്റ്സുകളാണ്. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വന്ന ഇക്വിറ്റി ഷെയറും ഡിബഞ്ചറും എന്താണ്, ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. നോക്കുക, ഇനി ഇത് നോക്കുക, ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഓക്കെ, നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആദ്യമേ നമ്മൾ പറഞ്ഞു, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആദ്യം എന്താ എടുക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടോ, അതാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഈ തന്നിരിക്കുന്ന എമൗണ്ട് ഏറ്റവും ആദ്യമാണ് എടുക്കേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അതേപോലെ ഈ എമൗണ്ട് എപ്പോഴാണ് എടുക്കേണ്ടത്, ഏറ്റവും ആദ്യം. അതായത് ഈ എമൗണ്ടിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 1,35,000 1,70,000 കൂടെ വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 35,000 ആണ് അല്ലേ. ആ 35,000 എന്നുള്ളത് ഏറ്റവും ക്യാഷ് ഫ്ലോയുടെ ഏറ്റവും ആദ്യം നമ്മൾ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇനി എന്താണ്, അക്കൗണ്ട് പേയബിൾസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഇത് രണ്ടും എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ട്. നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും ഏത് കാറ്റഗറിയിൽ വരും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയുടെയും റൂൾസ് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് റൂൾസ്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ലെസ് ചെയ്യണം. ഇവിടെ നോക്കുക, ഇതാണ് ഇത് കറണ്ട് അസറ്റ്സുകൾ, ഇതും കറണ്ട് ലയബിലിറ്റി ഇതാണ്. ഇവിടെ നോക്കിയ കറണ്ട് അസറ്റ്സ് 76,000 71,000 ആയി അല്ലെ. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് വന്നാൽ എന്നാ ചെയ്യണമെന്നാ പറഞ്ഞത്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ദെൻ അടുത്ത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,30,000 ആയി. അപ്പൊ ഇത് ഇൻക്രീസ് ചെയ്യുക ചെയ്തേ. അപ്പൊ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് വന്നാൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ,
ദെൻ അതേപോലെ കറണ്ട് ലയബിലിറ്റി എടുക്കുക. കറണ്ട് അക്കൗണ്ട് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അക്കൗണ്ട് പേയബിൾ 85,000 1,20,000 അത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ രണ്ട് കറണ്ട് ലയബിലിറ്റിയും എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതാണ് കറണ്ട് അസറ്റ്സ്. ഇനി ഫിക്സഡ് അസറ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിലാണ് ഫിക്സഡ് അസറ്റ്സ് വരുന്നത്. ദെൻ ലോങ് ടേം ലയബിലിറ്റി എവിടെയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ക്യാഷ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് നോക്കി. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഈ പ്രോബ്ലം എടുത്തപ്പോൾ തന്നെ പറഞ്ഞു ആദ്യം നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ ഡിഫറൻസ് 35,000 ആണ്. അപ്പോൾ അതെന്ത് ചെയ്തു? ആ 35,000 എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി. സെക്കൻഡ് കോളത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അസറ്റ്സോ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടോ നോക്കണം. കറണ്ട് അക്കൗണ്ട് റിസീവബിൾസ് എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? അക്കൗണ്ട് റിസീവബിൾസ് ഇവിടെ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 5,000 റുപ്പീസ് അല്ലേ? 76,000 എന്തായി? 71,000 ആയി. അപ്പോൾ ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി അക്കൗണ്ട് പേയബിൾസും നോക്കുക. ഇനി സ്റ്റോക്ക് എന്താ? അടുത്ത കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് എന്താ? സ്റ്റോക്ക് 1 lakh എന്നുള്ളത് 1,30,000 ആയി. അപ്പോൾ ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ലെസ് ചെയ്താൽ കാണിക്കേണ്ടത്. നോക്കുക, ഇവിടെ നമ്മൾ അതിനെ ലെസ് ചെയ്ത് കാണിച്ചു കണ്ടോ? സ്റ്റോക്ക് -30,000 എന്ന് കാണിച്ചു കണ്ടോ? ഇനി അടുത്തത് കറണ്ട് ലയബിലിറ്റിയിലേക്ക് വരാം. അക്കൗണ്ട് പേയബിൾ 85,000 1,20,000 ആയി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 32,000 44,000 ആയി മാറി. നോക്കിയാൽ അത് രണ്ടും ഇൻക്രീസ് ചെയ്യുക ചെയ്ത്. ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അക്കൗണ്ട് പേയബിൾ 35,000 ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 12,000. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന ഇതിന് ഇത്രയും കാര്യത്തിനെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കണം. നോക്കിക്കേ, 5,000 പ്ലസ് 35,000 പ്ലസ് 12,000 മൈനസ് 30,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 22,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിനുശേഷം ഈ എമൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ വരും നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഫിക്സഡ് അസറ്റ്സ്. നമ്മുടെ പ്രോബ്ലത്തിൽ ഏതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫിക്സഡ് അസറ്റ്സിന്റെ എമൗണ്ട് കൂടുവാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ നോക്കുക, ഫിക്സഡ് അസറ്റ്സിന്റെ റൂൾ നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഫിക്സഡ് അസറ്റ്സിന്റെ ഒരു റൂളാണ് ഞാൻ എഴുതുന്നത്. ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി ഫിക്സഡ് അസറ്റ്സ് അത് ലാൻഡോ ബിൽഡിങ്ങോ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുവോ ഡിക്രീസ് ചെയ്യുവോ ആണെങ്കിൽ നമ്മൾ അതിനെ നോക്കുക. ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ലെസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സിന്റെ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്ക്. അപ്പൊ ഫിക്സഡ് അസറ്റ്സ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. ഇവിടുത്തെ നോക്കുക, ഫിക്സഡ് അസറ്റ്സ് ലാൻഡ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, നോക്കിക്കേ, ഇൻക്രീസ് ചെയ്താൽ ലെസ് ചെയ്ത് കാണിക്കണം. ഇനി അടുത്തത് നോക്കിക്കേ, ബിൽഡിങ് ഡിക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ ആ എമൗണ്ട് എത്രയാണോ 50,000 എന്നുള്ളത് ആഡ് ചെയ്യണം. ഇവിടെ 1 lakh എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇവിടെ 50,000 ആഡ് ചെയ്യണം. ഇനി മെഷീൻസ് എന്ത് ചെയ്തു? കൂടി 10,000, അതും നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. നോക്കിക്കേ, ഈ പ്രോബ്ലം എടുത്താൽ ലാൻഡ് 1 lakh, ലാൻഡ് 1 lakh നമ്മൾ ഇത് ചെയ്തു. അതേപോലെ തന്നെ
ദെൻ 50,000 ആഡ് ചെയ്ത് കാണിച്ചു. ഇവിടെ നമ്മൾ 10,000 ലെസ് ചെയ്ത് കാണിച്ചു. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് 60,000 ലെസ്സിലാണ്. ഇതിൻ്റെ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടി ഡിഫറൻസ് ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. നോക്കുക, ഈ 60,000 എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നോക്കുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി. അപ്പം നമുക്ക് ക്യാഷ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്നുള്ളത് കിട്ടി. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കറണ്ട് ലയബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അപ്പം അതിനൊരു റൂളുണ്ട്, അത് ഞാൻ പറയാം. നോക്കുക, അതായത് ഇക്വിറ്റിയോ അല്ലെങ്കിൽ ഇക്വിറ്റി ഓർ ഡിബഞ്ചർ, ഇക്വിറ്റി ഓർ ഡിബഞ്ചർ, നമുക്ക് ഇക്വിറ്റിയോ ഡിബഞ്ചറോ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ടാണ് എമൗണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇക്വിറ്റിയോ ഡിബഞ്ചറോ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യുക. നോക്കുക, ഇനി ഇതിൻ്റെ അകത്ത് ഇക്വിറ്റി ഓർ ഡിബഞ്ചർ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഡിക്രീസ് ചെയ്തെങ്കിൽ ലെസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്തെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, ദെൻ ഡിബഞ്ചറും ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ പ്രോബ്ലം നോക്കുവാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 25,000 ഇൻക്രീസ് ചെയ്തു, സോ നമ്മൾ അതിനെ ആഡ് ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പം ഇനി ഇത് കുറയുമായിരുന്നു, നമ്മൾ ലെസ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ആ രണ്ട് എമൗണ്ടിൻ്റെയും കൂടി ടോട്ടലാണ് 45,000 എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ഈ കോളത്തിൽ വന്നിരിക്കുന്ന എല്ലാത്തിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. 35,000 പ്ലസ് 22,000 മൈനസ് 60,000 ദെൻ പ്ലസ് 45,000. അപ്പം നമുക്ക് എന്ത് കിട്ടും, 42,000 എന്ന് കിട്ടും. കണ്ടോ, ഈ 42,000 എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്ലസ് ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാഷ് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്, 46,000. കണ്ടോ, ആദ്യമേ ഞാൻ പറഞ്ഞു ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്സ്, ഇത് ഓപ്പണിംഗ് ക്യാഷ് ആയിട്ട് നമ്മൾ എടുക്കണം. അത് നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ക്ലോസിംഗ് ക്യാഷ് 88,000. നോക്കിക്കേ, ക്വസ്റ്റ്യൻ തന്നെ 88,000 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് ക്ലോസിംഗ് ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം എന്താവത്തുള്ളൂ, കറക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെയും ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് റിസീവബിൾസ് കൊടുത്തിട്ടുണ്ട്, മിഷൻസ്, ഡിബഞ്ചേഴ്സ് സെയിം ആയിട്ടുള്ളതാണ്, വേറെ ഒരു എമൗണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു പ്രോബ്ലം നോക്കുക, അതിലുമുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്സ്. അവിടെയും ഈ എമൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ബാലൻസും ഉണ്ട്. അതും ഒന്ന് ചെയ്ത് നോക്കാൻ സമയമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഇത് വേറൊരു പ്രോബ്ലം ആണ്. വേറൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നോക്കുക, ഇവിടെ അസറ്റ് സൈഡും ഇത് ലയബിലിറ്റി സൈഡും ആണ് അടുത്ത പ്രോബ്ലത്തിൽ. ഇവിടെ ക്യാപിറ്റൽ ലോങ് ടൈം ലയബിലിറ്റി ഏതൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ജനറൽ റിസർവ്സ് ഉണ്ട്. ഇത്രയും എന്താണ് അതിൻ്റെ അകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ, ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾസ്, ദെൻ അതേപോലെ തന്നെ പ്രപ്പോസ്ഡ്, ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരും, നമുക്ക് കറണ്ട് ലയബിലിറ്റീസിൽ എടുക്കുക. ഇനി ഇത് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഈ രണ്ടെണ്ണവും ഏത് കാറ്റഗറിയാണ്, ഫിക്സഡ് അസറ്റ്സിന്റെ കാറ്റഗറീസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്താക്കി എടുക്കുക, ഫിക്സഡ് അസറ്റ്സ് ആക്കി എടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാഷ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ് ക്യാഷ് എന്നുള്ളത്,
നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് എടുക്കേണ്ടത്. ബാക്കിയൊക്കെ കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ ആ പ്രോബ്ലം ചെയ്യുക. അതിൻ്റേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കൊള്ളുക. അതിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. ഓക്കെ, താങ്ക് യു.